നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സമസ്ത മദ്രസ മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ശിശുദിനാചരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ലോക പ്രമേഹ ദിനത്തിൽ കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഡോക്ടർ ഹരികിരൺ T ബംഗേര ഫ്ളാഗ് ഓഫ് ചെയ്തു. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശിശുദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന റാലി സംഘടിപ്പിച്ചു. അസാബ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി NA നെല്ലിക്കുന്ന് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ കുട്ടികളുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും കുട്ടികളുടെ പ്രതിനിധിയും റാലിയുടെ ഭാഗമായി. ജില്ലയിൽ 12 വിദ്യാലയങ്ങളിൽ നിന്നുമായി 1000-ലധികം വിദ്യാർത്ഥികളാണ് റാലിയിൽ അണിനിരന്നത്. SPC, NSS, സ്കൗട്ട്, ഗൈഡ്, റെഡ് ക്രോസ്, ബുൾബുൾ തുടങ്ങിയ യൂണിറ്റുകളും ബാൻഡ് മേളം, ദഫ് തുടങ്ങിയവയും റാലിയുടെ പ്രധാന ആകർഷണങ്ങളായി. സൺറൈസ് പാർക്കിൽ നടന്ന പൊതുയോഗം കുട്ടികളുടെ പ്രധാനമന്ത്രി എയ്ബൽ ജിൻസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ രാഷ്ട്രപതി KS വസുന്ധര അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ സ്പീക്കർ P മാളവിക സ്വാഗതവും പ്രതിനിധി സഹന M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റേത് വഖഫ് മദ്രസ വിരുദ്ധ നീക്കമെന്നാരോപിച്ച് സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെയും വഖഫ് ബില്ലിനെതിരെയും സമസ്ത മദ്രസ മാനേജ്മെന്റ്, SMF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചരിത്രകഥകൾ പറയുന്ന പുലിക്കുന്നിന്റെ മണ്ണിൽ നിന്നും പ്രയാണം ആരംഭിച്ച കാസർഗോഡിന്റെ രാജവീതികളിലേക്ക് കടക്കുകയാണ്. ആശീർവദിക്കുക, അഭിവാദ്യം ചെയ്യുക. പ്രിയമുള്ളവരെ, സുന്നി മഹല്ല് ഫെഡറേഷനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ കാസർഗോഡ് പ്രിയമുള്ളവരെ, ഒരമ്മനത്തെ മക്കളെ പോലെ നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഇന്ത്യയുടെ മണ്ണിൽ ഫാസിസത്തിന്റെ വിഷമിത്തുകൾ പാകി മറിയുകയുടെ വിളവുത്തുകൾ പാകി നമ്മളെ തമ്മിൽ തള്ളിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവർ ഓരോ നിയമങ്ങളുമായി വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ജാഗ്രത പുലർത്തണം. സ്നേഹം കൊണ്ടതിനും മതിൽ കെട്ടും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമായ മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ ദിവസം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അട്ടിമറിക്കാനുള്ള ഹീനമായ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം അട്ടിമറിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ് അട്ടിമറിക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റം വരുത്താൻ എത്ര ഭൂരിപക്ഷം ഉണ്ടായാലും ഒരു ഗവൺമെന്റിന് സാധ്യമല്ല. അതുകൊണ്ടാണ് മതേതരത്വം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് അവസാനിപ്പിക്കാൻ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നീക്കങ്ങളുമായി നരേന്ദ്രമോദി 2014 ഇറങ്ങി പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സകല നീക്കങ്ങളും ഈ രാജ്യത്തെ മുസ്ലിം മതവിഭാഗത്തിനെതിരാണ്.
പരിപാടിയിൽ SMF ജില്ലാ പ്രസിഡന്റ് UM അബ്ദുറഹ്മാൻ മൗലവി അധ്യക്ഷത വഹിച്ചു. സമസ്ത മദ്രസ മാനേജ്മെന്റ് ജില്ലാ പ്രസിഡന്റ് MS തങ്ങൾ മദനി ഒളമുണ്ട പ്രാർത്ഥനയും ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് വെളിഞ്ചം ആമുഖ ഭാഷണവും ജമിയത്തുൽ ഖുത്ബ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി പ്രമേയ പ്രഭാഷണവും നടത്തി. എന്നെ നെല്ലിക്കുന്ന് MLA സംസാരിച്ചു. SMF ജില്ലാ ജനറൽ സെക്രട്ടറി MH മഹ്മൂദ് ഹാജി ചെങ്കള, CM ഖാദർ ഹാജി ചെർക്കള, A ഹമീദ് ഹാജി, APP കുഞ്ഞഹമ്മദ് ഹാജി, KA മൊയ്തീൻ കമ്പലൂർ, ഷാനവാസ് പാദൂർ, മാഹിൻ കേളോട്ട്, ബഷീർ തൽപ്പനാജ, C മുഹമ്മദ് കുഞ്ഞി, മുബാറക് ഹസൈനാർ ഹാജി, ഹംസ ഹാജി പള്ളിപ്പുഴ, EM കുട്ടി ഹാജി, ഇർഷാദ് ഹുദവി ബദിര, മൊയ്തീൻ കുഞ്ഞി മൗലവി ചെർക്കള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശിശുദിനാചരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ആജാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ ശിശുദിനത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. അച്ചാനൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം ചെയ്തു. അച്ചാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K മീന അധ്യക്ഷത വഹിച്ചു. കില ഫാക്കൽറ്റി VD കാർത്യായനി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, വാർഡ് അംഗങ്ങളായ KV ലക്ഷ്മി, P മിനി, K മധു, T വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MV പ്രകാശൻ സ്വാഗതവും അമീഷ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളെ വിവിധ പാനലുകളായി തിരിച്ച് അവതരണം നടന്നു. അഭിരാജിന്റെ നാടൻപാട്ട് അവതരണം പരിപാടിക്ക് മികവേകി. തൊട്ടിലെ കരിഞ്ഞണ്ടിനെ കാണുഞ്ചോ, കണ്ണിറുക്കി കാണുഞ്ചോ, കൈമാടി വിളിക്കുഞ്ചോ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റലിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനത്തിൽ വാക്തോൺ സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാക്തോൺ ഡോക്ടർ ഹരികിരൺ T ബംഗേര ഫ്ലാഗ് ഓഫ് ചെയ്തു. ദേളി HNC ഹോസ്പിറ്റലിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കാസർഗോഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനത്തിൽ വാക്തോൺ സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വാക്തോൺ IME കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ ഹരികിരൺ T ബംഗേര ഫ്ലാഗ് ഓഫ് ചെയ്തു. Theme of World Diabetic Day 2024 is Break the Barrier and Bridging the Gap and giving equitality, comprehensive, affordable, total care to the patient. ഇതാണ് തീം. ബേസിക്കലി ഈ ഡയബറ്റിക് എന്ന് പറഞ്ഞത് ഒരു ജീവിതശൈലി എന്നുള്ള രോഗമാണ്. ജീവിതശൈലി ചേഞ്ച് ആക്കിയാൽ ഈ രോഗം ഞങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് എല്ലാവരെ പോലെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഇത് വരാതെ പോലെ ആക്കാം. അതേപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ വേറെ ആളെ പോലെ തന്നെ നോർമൽ ലൈഫ് ലീഡ് ചെയ്തിട്ട് കോംപ്ലിക്കേഷൻസ് വരാതെ പോലെ നോക്കാം. IME കാസർഗോഡ് സെക്രട്ടറി ഡോക്ടർ അണ്ണപ്പ കാമത്ത് പ്രമേഹ ഉദ്ബോധന ക്ലാസ് നൽകി. HNC ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ രാഹുൽ മോഹൻ, ഡോക്ടർ ലുക്മാൻ, അബൂബക്കർ സിദ്ദീഖ്, താജുദ്ദീൻ, ലക്ഷ്മിക്കുട്ടി, ജാഫർ, ഷബ്നം, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി ദേളി ഹോസ്പിറ്റൽ സോൺ, കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ്, മേൽപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സൗജന്യ പ്രമേഹ പരിശോധന നടത്തി. 1500ഓളം പേർ ക്യാമ്പിൽ സേവനം സ്വീകരിച്ചു. വാക്കത്തോണിൽ നിരവധി പേർ പങ്കെടുത്തു. HNC ഹോസ്പിറ്റലിൽ നടന്ന ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി മധുര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് കിഴക്കുങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു.
വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ 14 മുതൽ 20 വരെ തീയതികളിൽ നടക്കുന്ന അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് കിഴക്കുംകര ചൈതന്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടന്ന സകല പരിവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. 1957 അദ്ദേഹം കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് സമഗ്രമായ പുരോഗതിയിലേക്ക് നാടിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഞ്ചവത്സര പദ്ധതികളാണ്. ഭൂമിയെ ഭാവിയിൽ കൊണ്ടുവന്ന അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രരംഗത്ത് കാണുന്ന പുരോഗതിക്ക് വിധാനം കുറിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പിനായിട്ടാണ് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ M രാഘവൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ജയപ്രകാശ്, ഇന്ദിര എന്നിവർ ചേർന്നാണ് സ്വാഗതഗാനം ആലപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ, കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK രാജൻ, കാസർഗോഡ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ, PV സുരേഷ്, ഷാലു മാത്യു, വി കൃഷ്ണൻ മാസ്റ്റർ, VKP അഹമ്മദ് കുഞ്ഞി, AM മേരി ടീച്ചർ, ബംഗളം P കുഞ്ഞികൃഷ്ണൻ, ശങ്കരൻ വാഴക്കോട്, V കമാരൻ, ദേവി രവീന്ദ്രൻ, K രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന വിഷയത്തിൽ ICM കണ്ണൂർ റിട്ടയർഡ് ഡയറക്ടർ VN ബാബു ക്ലാസ് എടുത്തു. പരിപാടിയുടെ വരവറിയിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ വിളംബര ഘോഷയാത്രയും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്ന പരിപാടി മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം ഉളിയത്തടുക്ക അടൽജി ഹാളിൽ നടന്നു. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സൂർലു സംസാരിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന നിയമമനുസരിച്ച് വനിതാ ഘടകത്തിൽ പ്ലാൻ ഫണ്ടിന്റെ നിശ്ചിത തുക നീക്കി വെക്കണം എന്ന ഒരു വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മേഖലയ്ക്ക് ആ പറയുന്ന ശതമാനത്തിന്റെ പൈസ നീക്കി വെക്കേണ്ടിയിരുന്നത്. അതേപോലെ തന്നെ വയോജനങ്ങൾക്കും മറ്റു പല മേഖലകൾക്കും നീക്കി വെക്കേണ്ട റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൈസ നീക്കി വെക്കുന്നത്. ഈ നീക്കിവെച്ച പൈസ ചെലവഴിക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ട CDS തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, സംരംഭം തുടങ്ങുവാൻ പലർക്കും താല്പര്യമുണ്ട്. പക്ഷെ എങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെ മുടക്കണം, ആര് പൈസ മുടക്കൂ, ഇത് മുടക്കിയാൽ തന്നെ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന ഒരു ഗൈഡൻസിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇതിൽ നിന്ന് പിന്തിരിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏകദേശം 30 ലക്ഷം രൂപ വരെ ഈ സംരംഭത്തിന് തുടങ്ങാൻ വേണ്ടി CDS അനുവദിച്ചു കൊടുത്തു. വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദ S നായിക്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമേഷ് ഗട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നസീറ, ഉദയകുമാർ C, മുഹമ്മദ് ഹനീഫ, അബ്ദുൾ ജലീൽ, സ്മിത സുധാകരൻ, സൗമ്യ ദിനേശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹരിത കർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ബബിത ഗിരീഷ് സ്വാഗതവും CDS ചെയർപേഴ്സൺ സുമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലകുമാരി AN ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുക, മൈലാട്ടി വിദ്യാനഗർ MCMV പ്രവൃത്തി ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ച് ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുക, കാസർഗോഡ് ജില്ലയിലെ ട്രാൻസ്മിഷൻ മേഖലയിലെ പ്രവൃത്തി ശക്തിപ്പെടുത്താൻ ARU പദവി ആവശ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് യാഥാർത്ഥ്യമാക്കുക, കാസർഗോഡ് ജില്ലയിലെ അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട ട്രാൻസ്മിഷൻ വിതരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീലകുമാരി AN ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്രസിഡന്റ് ആശ ടി.പി. അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ എം. റിപ്പോർട്ട് അവതരണം നടത്തി. ട്രഷറർ കേശവൻ എം.ആർ. വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ് പാറക്കാടൻ മറുപടി പറഞ്ഞു. യോഗത്തിൽ സുദീപ് എം.പി., സൂരജ് ടി.പി., ഒ.വി. രമേശ്, എം. അനുരാജ്, സുമിത് എം.വി. എന്നിവർ സംസാരിച്ചു. ഷൈമ എം. സ്വാഗതവും പി.പി. നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരം കിനിയുന്ന അടപ്രഥമനും വൈറ്റ് ചോക്ലേറ്റും കേക്കും ചേച്ചിമാർ വിളമ്പി നൽകിയപ്പോൾ കുരുന്നുകൾക്കത് മറക്കാനാവാത്ത ആഘോഷമായി. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് ശിശുദിന ആഘോഷ ഭാഗമായി അംഗനവാടിയിലെ കുട്ടികൾക്ക് മധുരം വിളമ്പിയത്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടൽ നടത്തിവരുന്ന നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പമാണ് കൈക്കോട്ടുകടവ് 39ാമത് നമ്പർ അംഗൻവാടിയിൽ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിച്ചത്. അംഗൻവാടിയിൽ കേക്ക് മുറിക്ക് മുമ്പായി ചിണുങ്ങി തുടങ്ങിയ ചിലർ മധുരം ഒന്നിനു പിറകെ ഒന്നായി എത്തിയതോടെ സന്തോഷത്തിലായി. ചിൽഡ്രൻസ് ഡേ എന്നെഴുതിയ കേക്ക് സ്കൂൾ പ്രിൻസിപ്പൽ പി. അബൂബക്കർ മുറിച്ച് ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഇവിടുത്തെ അംഗൻവാടിയിലുള്ള കുട്ടികൾക്ക് പായസ വിതരണവും അല്പം മുമ്പേ ഒരു നല്ലൊരു കേക്ക് മുറിച്ചു. കൂടാതെ ആ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ക്രയോൺസ് വിതരണം ചെയ്യുകയും ചെയ്തു. എന്തായാലും നമ്മുടെ മുതിർന്ന NSS കുട്ടികൾക്ക് നമ്മുടെ ചെറിയ അനുജത്തിമാരോടുള്ള ഒരു സ്നേഹപ്രകടനം കാണിക്കാനുള്ള അവസരമാണ്. എന്തായാലും നല്ല രീതിയിൽ നടന്നു. കേക്കിനു പുറമെ അടപ്രഥമനും ക്രയോൺസും ലഭിച്ചതോടെ കുട്ടികൾ ആവേശത്തിലായി. തുടർന്ന് അംഗൻവാടി കുട്ടികൾക്ക് നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും NSS വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. NSS കോർഡിനേറ്റർ BK ബിജു പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ദാവൂദ്, M സത്യ, PP ഷീന, P ഇന്ദിര, M റെയ്ഹാനത്ത്, M ഹരിത, P ദിവ്യ, OK ഗഫൂർ, MK മഹ്മൂദ്, P ശാരിക എന്നിവർ സംസാരിച്ചു. കുരുന്നുകൾക്ക് ആഘോഷങ്ങൾ ഒരുക്കിയതിന് അംഗൻവാടി വർക്കർ K ശോഭന, ഹെൽപ്പർ V ഉഷ എന്നിവർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്ദി രേഖപ്പെടുത്തി. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടമാണ് ചീമേനി വലിയപൊയിൽ നാലിലാംകണ്ടം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിലുണ്ടായത്. നെല്ലിമരങ്ങളാൽ സമൃദ്ധമായ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും ഒരു നെല്ലിക്ക വിളവെടുപ്പായിരുന്നു നടന്നത്. സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് ഇത്തവണയും ആഘോഷമായി മാറി. മരങ്ങളിലെ നെല്ലിക്ക മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് ഉത്സവമാണ്. വിളവെടുപ്പ് ദിവസം വിദ്യാലയമുറ്റത്ത് ഉത്സവ പ്രതീതിയാണ്. കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖങ്ങളിൽ കാണാം. നെല്ലിമരത്തിൻ്റെ ചില്ലകളൊന്ന് അനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലേക്ക് ഉതിർന്നു വീഴുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതാണ്. ഞെട്ടറ്റ് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടവും നെല്ലിക്കയുടെ ചവർപ്പും മധുരവും നുണഞ്ഞങ്ങനെ കുട്ടികളുടെ ഇരിപ്പ് കാണേണ്ടതാണ്. ശരാശരി 200 കിലോയോളം നെല്ലിക്കയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും എല്ലാ വർഷവും വിളവെടുക്കുന്നത്. 2 പതിറ്റാണ്ടിലധികമായി ഈ പതിവ് തുടരുന്നുണ്ട്. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായ സ്റ്റേറ്റ് തലത്തിൽ വരെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് UP സ്കൂൾ നാലിലാംകണ്ടം. ഈ വിദ്യാലയത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയാണ് ഇവിടുത്തെ നെല്ലിക്ക മഹോത്സവം. വർഷങ്ങളായി ഇവിടെ നവംബർ 14-ന് ഇവിടെയുള്ള നെല്ലിക്ക പറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യാറുണ്ട്. ഇത് കുട്ടികളുടെയും വിദ്യാലയത്തിൻ്റെയും മാത്രമല്ല നാടിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് ഇവിടുത്തെ ഈ നെല്ലിക്ക മഹോത്സവം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ നാലിലാംകണ്ടം സ്കൂൾ ഏതാണ്ട് 5 ഏക്കറിലധികം സ്ഥലത്ത് വിസ്തരിച്ച് കിടക്കുന്ന വിദ്യാലയം ജൈവ വൈവിധ്യ ഉദ്യാനം, അതുപോലെ പച്ചത്തുരുത്ത്, പിന്നെ ഔഷധത്തോട്ടം, ഫലവൃക്ഷത്തോട്ടം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിദ്യാലയം കൂടിയാണ് നമ്മുടെ നാലിലാംകണ്ടം സ്കൂൾ. എല്ലാ വർഷവും നവംബർ 14-ാം തീയതിയാണ് നമ്മൾ ഈ നെല്ലിക്ക മഹോത്സവം കൊണ്ടാടുക. ഈ നെല്ലിക്ക ഇവിടുത്തെ സ്കൂൾ അതുപോലെ തന്നെ PTA അധ്യാപകർ എല്ലാ നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടി ഇവിടെയുള്ള ഒട്ടനവധി നെല്ലി മരങ്ങളിൽ പൂത്തു നിൽക്കുന്ന കായ്കൾ നെല്ലിക്ക പറിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഇവിടെ വരുന്ന ആ ദിവസം ഇവിടെ വരുന്ന എല്ലാവർക്കും അത് വിതരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആഘോഷമായി മാറ്റുകയാണ് ഈ സ്കൂളിൻ്റെ പതിവ്. അത് ഇക്കുറിയും ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ നെല്ലിക്ക മഹോത്സവം എന്ന രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ്. വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ്. എല്ലാം നന്നായി കായ്ക്കുന്നവ. പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത്.
നാടൻപാട്ടും സംഗീതശില്പവുമെല്ലാം വിളവെടുപ്പിന് മാറ്റുകൂട്ടി. സ്കൂൾ മുഖ്യാധ്യാപിക CS ശശികല, PTA പ്രസിഡന്റ് MV സന്തോഷ്, മദർ PTA പ്രസിഡന്റ് V ശൈലജ എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരും രക്ഷിതാക്കളും നെല്ലിക്ക വിളവെടുപ്പിൽ സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എതിർത്തോട് ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി 1-ാം വാർഷികം ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എതിർത്തോട് ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ 1-ാം വാർഷികം ഞായറാഴ്ച മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കും. മജ്ലിസുന്നൂർ ജില്ലാ അമീർ MS മദനി തങ്ങൾ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി BK അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംബ്രാണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ സാദാത്യങ്ങളും പണ്ഡിതന്മാരും പങ്കെടുക്കും. അസയ്യദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കൈ, സയ്യിദ് KS അലി തങ്ങൾ, ത്വാക്ക അഹമ്മദ് മൗലവി അൽ അസ്ഹരി, സമസ്ത സീനിയർ ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ സയ്യിദ് ഫضൽ ഹാമിദ് കോയമ്മ തങ്ങൾ, MS മദനി തങ്ങൾ ഓലമുണ്ട അടക്കമുള്ള അബ്ദുസലാം ദാരിമി, അബ്ദുൽ ഖാദർ അൽ ഖാസിമി ബംബ്രാണ അടക്കമുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കും. കൃത്യം 12:30 തന്നെ പരിപാടി ആരംഭിക്കും. എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസർ യമാനി, E അബ്ദുള്ള കുഞ്ഞി, ഹുസൈൻ ബെർക്ക, M അഹമ്മദ് ഹാജി, ആഷിഖ് ഹുദവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള നടത്തി. വിവിധ തരം ബിരിയാണികളും ചോക്ലേറ്റുകളും സലാഡുകളും നിർമ്മിക്കുന്നതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മത്സരിച്ചു. ഭക്ഷ്യമേളയുടെ ഭാഗമായി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് മത്സരങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥികൾക്ക് സലാഡ് നിർമ്മാണവും ആരോഗ്യപരമായ ലഘുപലഹാര നിർമ്മാണവുമാണ് ലൈവ് മത്സരങ്ങളായി ഉണ്ടായത്. രക്ഷിതാക്കൾക്ക് വെജ്, നോൺ വെജ് ബിരിയാണി നിർമ്മിച്ച് ഭക്ഷ്യമേളയിൽ എത്തിക്കുക എന്നതായിരുന്നു മത്സരം. രക്ഷിതാക്കളുടെ വിഭാഗത്തിൽ ചിക്കൻ ഗ്രീൻ ടിക്ക ബിരിയാണി, കാടമുട്ട കിഴി ബിരിയാണി, ഗുലാബ് ജാം, മാങ്ങ ചട്നി, ലിവർ ബിരിയാണി, സലാഡ്, പുതിന ചട്നി എന്നിവ ഉണ്ടാക്കിയപ്പോൾ പെൺകുട്ടികളാവട്ടെ കൊയില പീസ്, ഡോണറ്റ്, ചോക്ലേറ്റ് ബ്രൗണി എന്നിവയും റഷ്യൻ സാലഡ്, വെജിറ്റബിൾ സാലഡ്, അമൃതം പൊടി ലഡു എന്നിവയും ഉണ്ടാക്കി. 8-ാം തരത്തിലെ ആൺകുട്ടികളുടെ നേതൃത്വത്തിൽ ബട്ടർ കുക്കീസ്, ചോക്ലേറ്റ് ക്രംസ്, കായ ക്രംസ് തുടങ്ങിയവയാണ് തയ്യാറാക്കിയത്. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് TMC കുഞ്ഞബ്ദുള്ള ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ C പ്രമോദ്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P ഈശ്വരൻ നമ്പൂതിരി, P ഹരീന്ദ്രൻ, VK ശശികല, K പ്രകാശ്, M ആയിഷ, AV ഇസ്മായിൽ, കോഓർഡിനേറ്റർമാരായ P പ്രീന, PV ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കൈപുണ്യം രുചിച്ചറിഞ്ഞ് വിധി നിർണയത്തിന് ജോബി എബ്രഹാം, LK ഇബ്രാഹിം, MM മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പഴയകാല ഓർമ്മകൾ പങ്കുവച്ച് കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 വർഷത്തെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. നിരവധി വർഷങ്ങൾക്കിപ്പുറം വിദ്യാർത്ഥി ജീവിതത്തിലെ ഓർമ്മകൾ പുതുക്കാനും പഴയ കൂട്ടുകെട്ടുകൾ ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായി വിദ്യാർത്ഥി സംഗമം. നാളിതുവരെ തിരിച്ചറിയാതെ പോയ അനവധി മുഖങ്ങളും നിറകണ്ണുകളോടെ ഓർക്കപ്പെടുന്ന ബാല്യകാല കൂട്ടുകെട്ടുകളും ഒത്തുചേരലിന്റെ ആവേശവും നിറഞ്ഞ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു കുഞ്ചത്തൂർ MP വൈറ്റ് ഹൗസ് റിസോർട്ടിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 അധ്യയന വർഷത്തിലെ പഴയ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. സ്കൂൾ ദിനങ്ങളിൽ കാണുന്നതുപോലെ ഒരു കൂട്ടമായി ചിരിച്ച് പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്ന് ബാല്യകാലത്തെ കൂട്ടുകെട്ടുകൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേ സ്കൂളിൽ ഒത്തുചേർന്ന് പരിപാടി നടത്തി സ്കൂളിന് സംഭാവന നൽകിയിരുന്നു. ഇപ്പോൾ സ്കൂളിന്റെ പുരോഗതിക്കും നാടിന്റെ നന്മയ്ക്കുമാകാവുന്ന സേവനങ്ങൾ നൽകാനുള്ള ഉദ്ദേശത്തോടെയാണ് വീണ്ടും ഒത്തുചേർന്നത്. റിസോർട്ടിൽ ഒത്തുകൂടിയ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഓർമ്മകൾ അയവിറക്കാനുള്ള വേദിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി. പരിപാടിയിൽ സ്നേഹക്കോട്ടയുടെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ, സഹപാഠിയും പ്രശസ്ത മജീഷ്യനുമായ നാസറിന്റെ മാജിക് ഷോ, തേൻമിഠായി, നാരങ്ങ മിഠായി, അച്ചാർ, പഴങ്ങൾ, പുളിമിഠായി, അണ്ണാച്ചി മിഠായി എന്നിവ ഒരുക്കിയ സ്നേഹക്കൂട് സ്വീകരണ കൗണ്ടർ വിദ്യാർത്ഥി സംഗമത്തിലെ പ്രത്യേകതയായിരുന്നു. മുനീർ, ഗഫൂർ, ഹനീഫ് ഷാർജ, നാസർ ഖലീൽ, ഹമീദ്, സുജാത, ഹരിണാക്ഷി, വികാസ്, നേത്രാവതി, ജയശ്രീ, ഭാരതി, സഫ്ര, അമീന, സുഹറ, റുഖ്യ, ഹേമന്ത്,
റിയാസ്, ബഷീർ, അഷ്റഫ്, ഇബ്രാഹിം, സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സമസ്ത മദ്രസ മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ശിശുദിനാചരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ലോക പ്രമേഹ ദിനത്തിൽ കാസർഗോഡ് ദേളി HNC ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഡോക്ടർ ഹരികിരൺ T ബംഗേര ഫ്ളാഗ് ഓഫ് ചെയ്തു. 71ാമത് സഹകരണ വാരാഘോഷത്തിന് തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭം ഹരിതം സർവീസ് യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ K ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.